ഹലോ, ഞാനിന്നൊരു പരിപ്പ് പായസമാണ് വെക്കണത്. കുറേ നാളായി സദ്യ കഴിച്ചിട്ട്. അപ്പോൾ സദ്യയും പരിപ്പ് പായസമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. അപ്പോൾ മോള് പറഞ്ഞ് അവളുടെ ഫ്രണ്ടിനെയൊക്കെ ഇട്ട് പോയിട്ട് അവർ സദ്യ കഴിച്ചമ്മ ഇലയിൽ പായസം കഴിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ തലേ ദിവസം തൊട്ടേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണമായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു സദ്യ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ പരിപ്പ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി തേങ്ങയും ശർക്കരയും എല്ലാം വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് സംഭവം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഓർത്ത് എള്ളില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ക്യാഷും ഇല്ല. പക്ഷേ എള്ളും ക്യാഷും ഇല്ലാതെ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ നെയ്യ്, കിസ്മിസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ നല്ല പായസമൊക്കെ ഉണ്ടാക്കി. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ പായസം റെഡിയാക്കിയപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് ഇലയാണ് വെട്ടിയത്. ഇലയൊക്കെ വെട്ടി പപ്പടമൊക്കെ ഇട്ട് പഴമൊക്കെ ഇട്ട് അങ്ങോട്ട് കുഴച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓണത്തിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിയായിരുന്നേ. ഞാനിത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരുന്ന് എൻ്റെ തീറ്റ കഴിഞ്ഞപ്പോൾ തന്നെ അവരും വേഗം ഇലയൊക്കെ എടുത്ത് ചേട്ടായും പിള്ളേരും കൂടെ വേഗം തന്നെ പപ്പടവും പഴമൊക്കെ ഇട്ട് എല്ലാവരും കുഴച്ചൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സിൽ കഴിക്കണതും നമ്മൾ ഈ ഇലയിട്ട് ഈ പപ്പടവും പഴവും ഒക്കെ കുഴച്ച് കഴിക്കുന്ന ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പായസക്കൊതിയുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വേഗം ഇലയിട്ട് കഴിച്ചോ, സൂപ്പറായിരിക്കും. ഓക്കെ, ബായ്.